പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, കോവിഡ് വാക്സിൻ അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല ആരോപണങ്ങളൊക്കെ ഉയർന്നതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ തന്നെ ഒരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് അത് പാർശ്വഫലങ്ങൾക്ക് കാരണമാകും എന്നാണ് കമ്പനിയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ ഈ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് BJP കമ്മീഷൻ വാങ്ങി എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ആരോപണം. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി എത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് ആ വാർത്തയിലേക്കാണ്. കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക ബ്രിട്ടീഷ് കോടതിയിൽ സമ്മതിച്ചെന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത്. UK ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വഫലങ്ങളില്ലെന്ന് പറഞ്ഞ കമ്പനി വാക്സിൻ ഉപയോഗിക്കുന്നവർക്ക് രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് പിന്നീട് ഏറ്റുപറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെല്ലാം തന്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുന്ന ഒന്നാണ് കോവിഡ് കാലത്ത് രാജ്യത്തെ 100 കോടിയിലേറെ പേർക്ക് സൗജന്യ വാക്സിൻ ലഭ്യമാക്കി എന്നത്. 100 करोड़ वैक्सीन डोज ये केवल एक आंकड़ा नहीं है, ये देश के सामर्थ्य का प्रतिबिंब है, इतिहास के नए अध्याय की रचना है. കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക തന്നെ ഏറ്റുപറഞ്ഞതോടെ വിഷയം പ്രധാനമന്ത്രിക്കും BJPക്കും എതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും വാരണാസിയിൽ മോദിയുടെ എതിരാളിയുമായ അജയ് റായ് ഉന്നയിക്കുന്ന ചോദ്യം. വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് RJD. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് 2021 തന്നെ പുറത്തുവന്ന ശേഷവും ഇന്ത്യയിൽ യാത്രാനുമതി പോലും നിഷേധിച്ച് വാക്സിൻ സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിച്ചുവെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് BJP മറുപടി പറയണമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. कैसे पता चलेगा कि उनके ऊपर कोई साइड इफेक्ट है या नहीं है? क्या उनकी ब्लड में क्लॉटिंग हो रही है? क्या उनका प्लेटलेट काउंट गिर रहा है? और क्या किया जा सकता है जिससे अगर उनके ऊपर कोई ऐसा साइड इफेक्ट है तो उन लोगों की जान बचाई जा सके? करोड़ों लोगों के स्वास्थ्य का मामला है. ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്കും BJP കമ്മീഷൻ വാങ്ങിയതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചു. അഭിഭാഷകനായ വിശാൽ തിവാരി കോവിഷീൽഡിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലങ്ങൾ പരിശോധിക്കണമെന്നും ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോവിഷീൽഡ് പ്രധാന വിഷയമായി മാറിക്കഴിഞ്ഞു. ഹർജി പരിഗണിക്കുന്ന സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാകും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അങ്ങനെ കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ വെളിപ്പെടുത്തൽ അത് രാഷ്ട്രീയ ആയുധമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. കോവിഡ് കാലത്ത് ആ വാക്സിൻ എടുത്തവരാണ് കൂടുതൽ ആളുകൾ എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ചോദ്യങ്ങൾ കൂടിയായി മാറുകയാണ്.